ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള വള്ളംകളി മത്സരങ്ങൾക്കായുള്ള മുന്നൊരുക്കങ്ങളിലാണ് വടക്കൻ കേരളം. ഈ ആഴ്ച കാസർഗോഡ് ജില്ലയിൽ വിവിധ ഇടങ്ങളിലായി 5-ലധികം പ്രാദേശിക വള്ളംകളികളാണ് തുടങ്ങുക. ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കളായ നീലേശ്വരം അച്ചാന്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴച്ചിൽ പരിശീലനം ആരംഭിച്ചും കഴിഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ നൂറ്റാണ്ടുകളായി കാര്യങ്കോട് പുഴയിൽ അഥവാ തേജസ്വിനി പുഴയിലാണ് ഓണക്കാലത്ത് വള്ളംകളികൾ നടക്കാറ്. വർഷങ്ങൾക്ക് ശേഷം മഹാത്മാഗാന്ധി ചാമ്പ്യൻസ് ട്രോഫിയായും പിന്നീട് കേരള ചാമ്പ്യൻസ് ട്രോഫിയുമായി പേര് മാറിയാണ് ഇവിടുത്തെ തുഴച്ചിൽ മത്സരങ്ങൾ നടത്തിയത്. അച്ചാന്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് 2 തവണയും ഈ ട്രോഫികൾ നേടിയത്. മലബാറിൽ ഏറ്റവും കൂടുതൽ ബോട്ട് ക്ലബ്ബുകളുള്ള പ്രദേശമാണ് കാസർഗോഡ് ജില്ല. 7-ലധികം ബോട്ട് ക്ലബ്ബുകൾ ഇവിടെ നിലവിലുണ്ട്. ഇവരിൽ പലരും സംസ്ഥാനത്തെ മികച്ച വള്ളം തുഴച്ചിൽ താരങ്ങളുള്ള ക്ലബ്ബുകൾ കൂടിയാണ്. നമ്മുടെ ഉത്തര മലബാറിൽ തന്നെ ഏറ്റവും കൂടുതൽ വള്ളംകളി ടീമുകളും ക്ലബ്ബുകളും ഉള്ളത് ഈ കാസർഗോഡ് ജില്ലയിലാണ്. അപ്പോൾ ഏറെ ആവേശമാണ് ഓണം എന്ന് പറഞ്ഞാൽ, വള്ളംകളി എന്ന് പറഞ്ഞാലും ഇവിടുത്തെ കാലത്ത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ ഓണത്തിന് നടക്കുന്ന വള്ളംകളിക്ക് ചില സാങ്കേതികമായ ബുദ്ധിമുട്ടുകളൊക്കെ കാരണം അത് ഒക്ടോബർ 2 മാറ്റി. ഒക്ടോബർ 2 മാറ്റുമ്പോൾ തന്നെ സ്വാഭാവികമായും ആ വള്ളംകളി ട്രോഫിയുടെ പേര് മാറി. ആ പേര് മാറി എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി ട്രോഫി വള്ളംകളി മത്സരം എന്നായിക്ക് അതിനെ മാറ്റി. കഴിഞ്ഞ 2 ചാമ്പ്യൻസ് ട്രോഫി ഞങ്ങളായിരുന്നു നേടിയത് CBL. അപ്പോൾ പിന്നെ ഒരു മഹാത്മാഗാന്ധി ട്രോഫി ഞങ്ങളായിരുന്നു ലാസ്റ്റ് നേടിയത്. അപ്പോൾ അതിനുശേഷം ഇപ്പം ഭയങ്കര ആവേശത്തിലാണ് എല്ലാവരും. ടീം നല്ല നേരത്തെ, നമ്മൾ ഏറ്റവും നേരത്തെ തുടങ്ങുന്നത് നമ്മളാണ്. ഈ വർഷം അതേപോലെ തന്നെ നേരത്തെ പ്രാക്ടീസ് തുടങ്ങി. 5 പേര് വള്ളംകളി ഓണത്തിനാണ് നമുക്ക് നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ഇപ്പോഴേ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വടക്കൻ മലബാറിലെ വള്ളംകളി ക്ലബ്ബുകൾക്കും തുഴച്ചിൽ താരങ്ങൾക്കും കാര്യമായ പരിഗണനയില്ല എന്ന ആക്ഷേപം വ്യാപകമാണ്. തെക്കൻ കേരളത്തിൽ ബോട്ട് ക്ലബ്ബുകൾക്ക് മെയിൻ്റെനൻസ് ഗ്രാന്റ് ഉൾപ്പെടെ നൽകുമ്പോൾ വടക്കൻ കേരളത്തിൽ ലക്ഷങ്ങൾ ചെലവഴിച്ചു വാങ്ങിയ മത്സരവള്ളങ്ങൾ സ്ഥിരമായി സംരക്ഷിക്കാൻ പോലും ആവാതെ പ്രതിസന്ധിയിലാണ് ജില്ലയിലെ ബോട്ട് ക്ലബ്ബുകൾ. മലബാറിലെ ഓണക്കാലത്തെ ടൂറിസം സാധ്യതകൾ കൂടി പരമാവധി പ്രയോജനപ്പെടുത്തി വടക്കൻ മലബാറിലെ ഓണക്കാല വള്ളംകളി മത്സരങ്ങൾ സജീവമാക്കാൻ അധികൃതർ ഇടപെടണമെന്നാണ് ബോട്ട് ക്ലബ്ബുകളുടെ ആവശ്യം. അത്യുത്തര കേരളത്തിലെ പുഴകളിൽ ഓണക്കാലത്ത് വള്ളംകളികൾ സജീവമാക്കാൻ ബോട്ട് ക്ലബ്ബുകൾ ഒരുങ്ങിത്തുടങ്ങി. കാസർഗോഡ് അച്ചാന്തുരുത്തിയിൽ നിന്നും ക്യാമറ പേഴ്സൺ സനൽ എളമ്പജിക്കൊപ്പം രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.